ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാമ്പഴം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് 4 മാങ്ങയാണ് കേട്ടോ എടുത്തേണേ. നന്നായി പഴുത്തിട്ടുള്ള മാങ്ങ. ഇവിടെ ഇങ്ങനെ പച്ച കളറായിട്ട് കണ്ടുകൊണ്ട് പച്ചയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ, നന്നായി പഴുത്തതാണ്. അത് ഇങ്ങനെയാണ്, നന്നായി പഴുത്താലും അതിൻ്റെ തൊലി ഇങ്ങനെ ഇരിക്കുള്ളൂ. അത് കടയിൽ നിന്ന് വാങ്ങിയ മാമ്പഴമൊന്നുമല്ല കേട്ടോ, എന്നാൽ വീട്ടിലുണ്ടായ മാങ്ങ. അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ. അപ്പോൾ ഇതൊന്ന് തൊലി ചെത്തി കൊണ്ടുവരണം കേട്ടോ. ആദ്യം കഴുകി വെച്ചേക്കണതാ. അപ്പോൾ ഈ വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് പഴങ്ങളുടെ ജ്യൂസൊക്കെ കുടിക്കണത് നല്ലതാണ് കേട്ടോ, ശരീരത്തിന് തണുപ്പ് കിട്ടാനും എല്ലാത്തിനും. തൊലി നല്ല കട്ടിയാട്ടോ അതിൻ്റെ തൊലി. അപ്പോൾ ഈ വേനൽക്കാലം കഴിയണവരെ എന്തെങ്കിലും ജ്യൂസുകളൊക്കെ ദിവസം കുടിക്കണത് നല്ലതാണ്. ശരീരം ചൂടായിരിക്കുമ്പോൾ ഒന്ന് തണുപ്പ് കിട്ടാൻ നല്ലതാണ്. മാമ്പഴം പ്രത്യേകിച്ച് നല്ലതാണ്. അപ്പോൾ 4 തൊലി ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുവരണം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിയിൽ എന്നിട്ട് അടിച്ചെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിത കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്, അതിലൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അടിച്ചു കൊണ്ടുവരാമെന്ന്. ഇതാ അടിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വേണം ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതിനെ ഒരു നല്ല മണത്തിനും ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ കൂടി കുറച്ച് ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്ത് ഇളക്കിയത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ, ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മധുരം കുറയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2-3 ടീസ്പൂണ് പഞ്ചസാര ഇട്ടു കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി പഞ്ചസാര ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഒന്ന് അലിയണം വരെ. ഇനി അത് ഗ്ലാസ്സിൽ ഒഴിക്കാം. ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടില്ല, നല്ല തണുത്ത വെള്ളത്തിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ഐസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം മാമ്പഴ ജ്യൂസ് റെഡിയായി കേട്ടോ. പാലൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു, പക്ഷെ പാലൊന്നും ഒഴിച്ചില്ല അവിടെ. മാമ്പഴം കൊണ്ട് തന്നെ ജ്യൂസ് ഉണ്ടാക്കി. നല്ല കട്ടിയുണ്ട് കേട്ടോ, അധികം വെള്ളം ഒഴിച്ചില്ല, അത് കാരണം നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.